മിനിസ്റ്ററുകൾക്ക് അദ്ദേഹം കേട്ടല്ലോ അനുവദിച്ചത് ഒരേ പ്രത്യേക ശാസ്ത്രത്തെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ വ്യഗ്രതയാണ് സാർ ഈ സമരം കാണാൻ കഴിയാത്ത ആളുകൾ ഇവരെന്താ കാണുന്നത്? കോൺഗ്രസിനകത്തുനിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതിന്റെ സ്ഥിതി ഒന്നും പറയണ്ടല്ലോ സാർ. സാർ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ സാർ. ഗവൺമെന്റിനെ അനുകൂലിച്ചില്ല, ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. വ്യാജ മാലമോഷണം ആരോപിച്ചൊരു ദളിത് സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിച്ച് മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ വെച്ചപ്പോഴും, കുടിക്കാൻ ഒരിറ്റ് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസ് വെള്ളത്തിലേക്ക് വിരൽ ചൂണ്ടിയപ്പോഴും പൊള്ളാത്ത ചിലരുണ്ടായിരുന്നു ഇവിടെ. ദളിതനായതുകൊണ്ട് മാറ്റി നിർത്തിയെന്ന് പദം പറഞ്ഞ നേതാക്കൾക്ക് പോലും അന്ന് ആ ദളിത് സ്ത്രീക്ക് വേണ്ടി ഒരു വാക്കുരുവിടാൻ സാധിച്ചില്ല. പക്ഷെ ഇന്നവർ ജയിലിൽ കിടന്നൊരു തന്ത്രിക്ക് ലഭിച്ച സൗകര്യങ്ങൾ തേടി ഇറങ്ങിയിട്ടുണ്ട്. സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് ജയിലിൽ പ്രത്യേക പരിഗണന നൽകുന്നുവെന്ന് നാഴികയ്ക്ക് 40 എന്ന കണക്കിൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പക്ഷേ തന്ത്രിക്ക് പ്രത്യേക സൗകര്യം നൽകാത്തതിലാണ് പ്രശ്നം. ബ്രാഹ്മണ്യത്തിന് മുന്നിൽ നിയമം മുട്ടിലിഴണമെന്നാണോ അപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതേതരർ എന്ന് അവകാശപ്പെടുന്നവരുടെ നിലപാട്? അരികുവൽക്കരിക്കപ്പെട്ടവന്റെ അവകാശ നിഷേധത്തിനെതിരെ പ്രതികരിച്ച ഒരു പുരോഹിതനെ രാത്രിക്ക് രാത്രി പോലീസിന്റെ വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോയപ്പോഴും വിറയിലുള്ള കയ്യിൽ ഗ്ലാസ് പിടിക്കാനാകാതെ സിപ്പർ ബോട്ടിലിനായി 50 ദിവസം നിയമത്തിന് മുന്നിൽ കാത്തുകിടക്കേണ്ടി വന്നപ്പോഴും ഇല്ലാത്ത പൊള്ളലാണ് തന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ ചിലർക്ക്. അങ്ങേയറ്റം സെൻസേഷണലായ കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കുന്നതിന് മുൻപ് തന്ത്രി നിരപരാധിയെന്ന് വിധിച്ചിട്ടുണ്ട് കോടതി. നല്ലത്. നാട്ടിൽ പ്രതിപക്ഷം ഇടപെടേണ്ട മറ്റൊരു പ്രശ്നവും ഇല്ലാത്തതിനാലാകണം തന്ത്രിക്ക് വേണ്ടി നിയമസഭ സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. കോടതിയിലും നിയമ സംവിധാനങ്ങളിലുമൊക്കെ അങ്ങേയറ്റം വിശ്വാസമുണ്ടാകുന്നത് നല്ലത് തന്നെ. പക്ഷേ ഈ വിശ്വാസം സെലക്റ്റീവ് ആകുന്നിടത്താണ് പ്രശ്നം. SITയുടെ അന്വേഷണത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്ന കോടതിയെ വിശ്വാസമില്ല. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്ന കോടതി കാത്തിരുന്നു കിട്ടിയ സുവർണാവസരമാകുന്നു. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇന്നീ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ജേക്സി തോമസ് CPIM-ൽ നിന്നും, സന്ദീപ് വാര്യർ കോൺഗ്രസ്, രാഹുൽ ഈശ്വർ വലത് നിരീക്ഷകൻ, A സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഞാൻ സന്ദീപ് വാര്യറിലേക്കാണ് പോകുന്നത്. സന്ദീപ് വാര്യർ, ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം ആകെ അലങ്കോലം സൃഷ്ടിക്കുന്നത് ആദ്യമായിട്ടല്ല. മുൻപത് മന്ത്രിയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് തന്ത്രിയാണ് എന്നുള്ള വ്യത്യാസം മാത്രം. നോക്കൂ, മുൻപ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത സാഹചര്യത്തിലടക്കം അന്ന് കോൺഗ്രസ് തീർക്കാത്തൊരു പ്രതിരോധമാണ് തന്ത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്നും ഇപ്പോഴുണ്ടാകുന്ന സമീപനം. നിയമസഭയിലടക്കം തന്ത്രിയെ മുൻനിർത്തിയുള്ള ഈ കളി വാസ്തവത്തിൽ അത് തീക്കളിയല്ലേ? അസിത, തന്ത്രി എന്താണ്? തന്ത്രി ഈ രാജ്യത്തെ നിയമപ്രകാരം ദേവൻ്റെ പിതൃസ്ഥാനീയനാണ്. അത് ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നതാണ്. ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ വിശ്വാസം പിൻപറ്റാൻ ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ, ആ പ്രതിഷ്ഠയ്ക്ക് ഒരു മൈനർ സ്വഭാവമാണുള്ളത്, ഒരു മൈനറുടെ അവകാശമാണുള്ളത്. ആ മൈനറുടെ പിതൃസ്ഥാനീയനായിട്ടുള്ള വ്യക്തിയാണ് നിയമത്തിൻ്റെ കണ്ണിൽ തന്ത്രി എന്ന് പറയുന്നത്. ആ തന്ത്രിയുടെ സ്ഥാനത്ത് പല ആളുകളും പല കാലഘട്ടങ്ങളിൽ വരാം, പല വ്യക്തികൾ വരാം. ഉദാഹരണം, നിയമസഭാ സ്പീക്കറായിട്ട് പല ആളുകൾക്ക് പല കാലഘട്ടങ്ങളിൽ വരാം. പക്ഷേ സ്പീക്കർക്ക് എന്താണ് പ്രാധാന്യം, അല്ലെങ്കിൽ സ്പീക്കർക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ സ്പീക്കർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം സഭയുടെ നാഥനാണ്. അതുപോലെ തന്നെയാണ് ശബരിമല ക്ഷേത്രമാകട്ടെ, മറ്റേത് ക്ഷേത്രങ്ങളാവട്ടെ, ആ ക്ഷേത്രത്തിൽ തന്ത്രി എന്നുള്ളതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ തന്ത്രിക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് രാജ്യത്തെ നിയമവും ഭരണഘടനയും പറയുന്നു. അപ്പോൾ അതൊന്നും പ്രത്യേകതയല്ല, അതൊന്നും തന്ത്രിക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ല എന്ന് MP രാജേഷും ചില മാധ്യമപ്രവർത്തകരും അങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ പ്രശ്നമാണത്, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൻ്റെ അവിടുത്തെ അയ്യപ്പൻ്റെ പിതൃസ്ഥാനിയായിട്ടുള്ള തന്ത്രിക്കെതിരെ തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളതാണ്. അത് കേവലം ഞങ്ങളുടെ ആക്ഷേപമല്ല,
ഈ രാജ്യത്തെ കോടതി ജാമ്യാപേക്ഷയിൽ 41 ദിവസത്തിനകം കണ്ടെത്തിയത് തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ ശബരിമലയിലെ തന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു എന്നുള്ളതാണ്. നോക്കൂ, എത്ര നികൃഷ്ടമായിട്ടുള്ള കാര്യമാണ്, എത്ര നെറികെട്ട കാര്യമാണ്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയവികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ശബരിമലയിലെ തന്ത്രിയെ പിടിച്ച് ജയിലിനകത്തിടുന്നത്. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിക്കും. കാരണം ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ പ്രശ്നമാണത്, അവരുടെ പ്രയാസമാണത്. ഞാൻ ചോദിക്കുന്നത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ റോൾ എന്താണ് എന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു സ്റ്റാൻഡ് ഒരാൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് ഈ വിഷയം എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്ന വാദങ്ങൾ ശരിയുമാണ്. നോക്കൂ സന്ദീപ്, ഈ നാടിന്റെ സെക്കുലർ ഫൈബർക്കിന് ഒരു പോറലും ഓൽപ്പിക്കുന്ന തരത്തിൽ ഒരു വരി പോലും പറയരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഞാൻ കടത്തി ചോദിക്കാത്തത്. പക്ഷേ ഞാൻ ചോദിച്ചത് സന്ദീപിന് വ്യക്തമാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പുമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് തന്ത്രിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ പ്രതിപക്ഷം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. തന്ത്രിക്ക് എന്ത് പ്രത്യേകതയാണ് എന്നുള്ളത് MP രാജേഷ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു നിലയിൽ നിന്നും ചോദ്യം ഉണ്ടാകുമ്പോൾ അത് തന്ത്രിയുടെ അത്തരം ഈ അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ എന്നതുമായി ബന്ധപ്പെട്ട അവകാശത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. നിയമത്തിന് മുന്നിൽ തന്ത്രിക്ക് എന്ത് പ്രത്യേകതയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ഷൻ അജണ്ട എന്ന നിലയിൽ തന്നെ തന്ത്രിയുടെ അറസ്റ്റിനെ കോൺഗ്രസ് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടാകുന്നത്. അത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണോ, അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യലാണോ എന്നതാണ് ചോദ്യം. അസിത, ഇത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഏത് ഘട്ടത്തിലാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? പ്രതിപക്ഷം ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ സമയത്തല്ലല്ലോ ഇത് പ്രകടിപ്പിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയിൽ കോടതി കണ്ടെത്തിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമക്ഷത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. ആ പൊതുസമക്ഷത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തന്ത്രിക്കെതിരെ തെളിവിൻ്റെ കണിക പോലും ഇല്ലാതെ നടന്നിട്ടുള്ള അറസ്റ്റാണ്, അന്യായമായിട്ടുള്ള അറസ്റ്റാണ് എന്ന് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ, നീതിപീഠങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ അന്യായമായിട്ട് ഈ രാജ്യത്തെ ഒരു കോടിക്കണക്കിന് മനുഷ്യർ ആരാധിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ തന്ത്രിവരനെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിനകത്ത് പാർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ മന്ത്രിസഭയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അകപ്പെട്ടിട്ടുള്ള വല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി, അവർക്ക് ന്യായീകരിക്കാൻ വേണ്ടി, ഞങ്ങൾ മാത്രമല്ല കള്ളന്മാർ, ദേ അവരുമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്ത്രിയെ കൂടി ഇതിലേക്ക് വലിച്ചഴച്ചു എന്നുള്ള ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരില്ല? തന്ത്രിയെ ഇതിൽ പെടുത്താനുള്ള കാരണമായി തന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലെ ആചാര ലംഘന സമയത്ത് സർക്കാരിന്റെ നിലപാടിനെതിരായി ശബരിമല ആചാര സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്ത്രി സ്വീകരിച്ചതിന്റെ പേരിലാണ്. അപ്പോൾ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം ശരിയാണെന്ന് ഇന്ന് MP രാജേഷിന്റെ പ്രസ്താവനയോടെ തെളിഞ്ഞില്ലേ? തന്ത്രിക്ക് എന്താണ് പ്രത്യേകത എന്ന് ഇപ്പോഴും MP രാജേഷ് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഈ ആചാര ലംഘന സമയത്ത് CPM എടുത്ത നിലപാടിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെട്ടില്ലേ? ഈ ശബരിമലയിൽ ആചാര ലംഘനം നടക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി സന്ദീപ്, അതിൽ എന്റെ പ്രശ്നം ഇപ്പോൾ സന്ദീപ് പറയുന്നതിലും MP രാജേഷ് പറയുന്നതിലും ഒക്കെ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലല്ല എനിക്കൊരു സംശയം അതിലുള്ളത്. നിയമത്തിന് മുന്നിൽ തന്ത്രിക്ക് എന്തെങ്കിലും പ്രത്യേക അവകാശമുണ്ടോ? അത് മാത്രമാണ് അതിലെ സംശയം. ഉണ്ടല്ലോ, നിയമത്തിനുള്ളിൽ തന്ത്രിക്ക് പ്രത്യേക അവകാശം ഉണ്ടല്ലോ. അതാണല്ലോ ഈ നിയമത്തിനുള്ളിൽ തന്ത്രിക്ക് പ്രത്യേകാവകാശം ഉള്ളത് കൊണ്ടാണ് ആചാരപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ നേരിടുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവിടെ തന്ത്രിയാണ് എന്നത് നിയമം പ്രത്യേകം തന്ത്രിയെ പരിഗണിക്കാനുള്ള ഒരു മെറിറ്റാക്കി മാറ്റി നിർത്തുമോ? ആ ജാമ്യം കൊടുത്തപ്പോൾ പോലും കോടതി കണ്ടെത്തിയിട്ടില്ല. എന്താ? തന്ത്രി ആചാരപരമായ കാര്യങ്ങൾ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്ന് കണ്ടെത്തിയല്ലോ. ആ ഇടപെടാനുള്ള അവകാശം തന്ത്രിക്ക് ഉള്ളത് കൊണ്ടാണല്ലോ തന്ത്രിക്കെതിരെ നിയമത്തിന്റെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്. രണ്ട്, തന്ത്രിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞു, തന്ത്രി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അങ്ങനെ പറയാൻ പാടില്ല. സ്പീക്കർക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കാൻ പറ്റില്ല. ഷംസീറിന് എന്ത് പ്രത്യേകത എന്ന് ചോദിച്ചോളൂ, സ്പീക്കർക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടലാക്കാണ്. എന്താണ് അത്? നേരത്തെ ഈ യുവതീ പ്രവേശന സമയത്ത് CPM സ്വീകരിച്ചിട്ടുള്ള നിലപാടിന്റെ എക്സ്റ്റൻഷനാണ്. തന്ത്രിക്ക് പ്രത്യേകമായിട്ടൊരു അവകാശവും ശബരിമലയിലില്ല, ഭരിക്കുന്ന ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടാൽ മതി എന്നുള്ള അന്നത്തെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള അന്നത്തെ സമീപനം ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് തന്ത്രി അല്ല ശബരിമലയിൽ അവസാന വാക്ക്, അത് ഞങ്ങളാണ്. ഞങ്ങൾ പറയുന്നത് നടക്കും, ഞങ്ങൾ പറയുന്നത് നടത്തും. DYFIക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റും, അരാജകവാദികളെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റും, മന്നീതി സംഘത്തിന് ഞങ്ങൾ കൊണ്ടുപോയി കയറ്റും, നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചിരിച്ചൊരു കൊലച്ചിരി ഉണ്ടല്ലോ. ഇനി പ്രതിഷേധമില്ലേ? ഇനി രാഹുലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ, അവർ പറയട്ടെ.
അന്ന് മുഖ്യമന്ത്രി ചിരിച്ച കൊലച്ചിരിയുടെ എക്സ്റ്റൻഷനാണെന്ന് എം പി രാജേഷിന്റെ നിയമസഭയിലെ തന്ത്രിക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കുന്നത്. തന്ത്രിക്ക് പ്രത്യേകതയുണ്ട് സർ, അത് ഈ രാജ്യത്തെ ഭരണഘടനയും നിയമവും കൊടുത്തുള്ള പ്രത്യേകതയാണ്. അത് ക്ഷേത്രത്തിന്റെ അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രതിസ്ഥാനം എന്ന പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്ത്രിയെ സംബന്ധിച്ച് പദവിയിലിരിക്കുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടിയിരുന്ന അവധാനത അവിടെ കാണിച്ചിട്ടില്ല. ശരി, ഞാൻ അത് ജേക്സി തോമസിലേക്ക് ആ ചോദ്യം കൈമാറുകയാണ്. ജേക്ക്, കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിന് തന്നോട് വ്യക്തിപരമായി മുൻപ് തന്നെ പ്രശ്നങ്ങളുണ്ട്. ശബരിമല യുവതീ പ്രവേശന കാലയളവുമായി ബന്ധപ്പെട്ട് അന്ന് സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് എന്നത് തന്ത്രി പറയുന്നത്. നോക്കൂ, അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ്. അതിന്റെ തൊട്ടു പിന്നാലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പെരുങ്കള്ളൻ എന്ന് പറയുകയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ. കോടതി പ്രഥമ ദൃഷ്ടിയാൽ ഇത് നിലനിൽക്കില്ല, തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം പെരുങ്കള്ളൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ എങ്ങനെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കുന്നത്? അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് ചർച്ചയുടെ വിശദമായ മറ്റൊരു ഘട്ടത്തിൽ വരിക തന്നെ ചെയ്യാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നു, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ബഹുമാനീയനായ തന്ത്രിയുടെ വാർത്താ സമ്മേളനാനന്തരം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, സവിശേഷകരമായ പ്രതിപക്ഷ രാഷ്ട്രീയ ധാരയിൽ നിലയുറപ്പിച്ചിരിക്കുന്നവർ, ഇവർ സ്വീകരിച്ചിട്ടുള്ള സമീപനം അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. യുക്തിസഹമായി ചിന്തിക്കാൻ സാധ്യതയുള്ള ഏതു സാധാരണക്കാരനായ UDF-കാരനെയും കോൺഗ്രസ്സുകാരനെയും പോലും അത്ഭുതപ്പെടുത്തുന്നതും നാണിപ്പിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതൃപദവി അലങ്കരിക്കുന്നവർ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. ഇദ്ദേഹം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചർച്ചയുടെ കോൺഗ്രസ് പ്രതിനിധിക്ക് അങ്ങ് അനുവദിച്ചു കൊടുത്ത സമയത്തിൽ 6ഓ 7ഓ തവണ അദ്ദേഹം ആവർത്തിച്ച് ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള ആദരണീയനായ വകുപ്പ് മന്ത്രി സഖാവ് MB രാജേഷ് ചോദിച്ചു പോലും തന്ത്രിക്ക് എന്താണ് പ്രത്യേക പദവി എന്നുള്ളത്. ആ ചോദ്യം ഏത് കണ്ടസ്റ്റിലാണ്? ഒരു ആരാധനാലയത്തിന്റെ പൗരോഹിത്യ ചുമതല വഹിക്കുന്ന ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് പ്രത്യേക പദവി? അതല്ലല്ലോ നമ്മൾ ഉയർത്തിയത്. നമ്മളുടെ നാട്ടിൽ ഭരണഘടനാ സംബന്ധമായിട്ട് കോടതി ഈ പറയുന്ന ശബരിമലയിൽ നടന്ന തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധന നടത്താൻ SITയെ ചുമതലപ്പെടുത്തുന്നു. SIT ഇപ്പോഴും കൺസിസ്റ്റന്റ് ആൻഡ് ഫിയർലെസ് എന്ന് ഈ പറയുന്ന തന്ത്രികളുടെ അറസ്റ്റിന് ശേഷവും ആവർത്തിക്കട്ടെ. ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള CPIMന്റെ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടല്ലാത്ത, ഞങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത, ഞങ്ങളുടെ പാർട്ടി അംഗമല്ലാത്ത കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ, സവിശേഷകരമായി ശബരിമല, അതിന്റെ ആകെ മേൽനോട്ട ചുമതലയുള്ള ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഇദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷവും അവർക്ക് SIT സീൽ ചെയ്ത കവറിൽ കൃത്യമായ ഇടവേളകളിൽ സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ന്യായാധിപ സംഘം പറയുന്നു എന്താണ് അവരുപയോഗിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട പദം? മൂവ് ഫിയർലെസ്ലി ആൻഡ് കൺസിസ്റ്റന്റ്ലി എന്നുള്ളതാണ്. അതായത് ഭയരഹിതമായും സത്യസന്ധമായും വിശ്വാസ്യതയുടെയും വസ്തുതയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതുവരെ നടത്തിയ അറസ്റ്റ്, വസ്തുതകളുടെ വെളിച്ചത്തിൽ നിങ്ങൾ നടത്തിയ നീക്കം, ആ നീക്കം അപങ്കുര മനസ്യൂതം മുമ്പോട്ടേക്ക് പോകട്ടെ. കോടതിയുടെ നിരീക്ഷണത്തെയാണ്, കോടതിയുടെ സ്റ്റാൻഡിനെ ആണെങ്കിൽ അതേ കോടതിയാണ് സന്ദീപ് വാര്യരും കോട്ട് ചെയ്യുന്നത്. അതേ കോടതിയുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിലടക്കം പ്രതിഷേധം നടന്നത്. വിജിലൻസ് കോടതി എന്താണ് തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് ജയിക്ക? അപ്പോൾ പ്രതിപക്ഷം വെറുതെ അങ്ങ് പറയുകയല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ഇതിൽ കുടുക്കാൻ ശ്രമിച്ചുവെന്ന്. അവരുടെ മുന്നിൽ വളരെ വ്യക്തമായി കോടതിയുടെ സ്റ്റാൻഡ് ഉണ്ടെന്ന് ആ വിഷയത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ആ പ്രതികരണം വരുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാദം ഇപ്പോൾ അങ്ങ് തന്നെ മുഖവിലക്കെടുത്ത് എന്നോട് ചോദിച്ചു. എനിക്കതിൽ വിരോധമില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? ഇതിന് സമാനമായി തന്നെ ഈ കേസിലെ മറ്റു പ്രതികൾ ഉണ്ടായിരുന്നുവല്ലോ, മുരാരി ബാബു ഉൾപ്പെടെയുള്ള മറ്റു സംഘാംഗങ്ങൾ. ആ സംഘാംഗങ്ങളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ഓർമ്മയിൽ നിർബന്ധമായും ഉണ്ടാകും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ വിധി പ്രസ്താവം പ്രതികരണങ്ങൾ നടത്തിയ മറ്റൊരു സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു, ഇല്ലേ? എന്തായിരുന്നു ആ സമയത്തെ സിംഗിൾ ബെഞ്ചിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ നടത്തപ്പെട്ട ഒരു പ്രതികരണം? എന്റെ ഓർമ്മ ശരിയെങ്കിൽ അന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ. ചില പ്രത്യേക ആളുകളിലേക്ക് എത്തുമ്പോൾ ഡിസംബർ മാസം 5 എന്ന ഡേറ്റ് എന്റെ ഓർമ്മ ശരിയെങ്കിൽ, അതിനുശേഷം സ്റ്റാഗ്നൻസി, അതാണ് കോടതി ഉപയോഗിച്ച ഒരു പദപ്രയോഗം. അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്കിൽ, അന്വേഷണ സംഘത്തിന്റെ നിലപാടിൽ ഒരു മരവിപ്പ് വന്നിരിക്കുന്നു എന്ന പ്രതികരണം നടത്തിയത് ഈ പറയുന്നത് പോലെ ഈ കേസിലെ മറ്റൊരു പ്രതി വസ്തുതകളുടെയും ലഭ്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ SIT പിടിച്ചെടുത്ത് ജയിലിൽ ഇട്ട പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ സമാനമായ പ്രതികരണം മറ്റൊരു ബെഞ്ച് നടത്തി. അന്നും ഞങ്ങൾ പറഞ്ഞു ഈ കാര്യത്തിൽ
ഡിവിഷൻ ബെഞ്ച് സമ്പൂർണ്ണ മേൽനോട്ട ചുമതല വഹിക്കുന്ന ഒരു കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ആ മേൽനോട്ട ചുമതല വഹിക്കുന്ന കോടതിയുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഒരു പ്രയോഗം അതുതന്നെ നിയമകാര്യങ്ങളിൽ അനുചിതമാണ് എന്ന പ്രതികരണം നടത്തിയത് CPIM മാത്രമല്ല. ഈ കാര്യങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് നിയമകാര്യങ്ങൾക്കകത്ത് അസാധാരണ പാണ്ഡിത്യമൊന്നും വേണ്ട, സ്വാഭാവികമായി യുക്തിസഹമായി ചിന്തിക്കാൻ സാധ്യതയും കരുത്തും ശേഷിയും ഒക്കെയുള്ള നമ്മുടെ നാട്ടിലെ സാധാരണ നിയമജ്ഞർ പറഞ്ഞു ഇത് തന്നെ അത്ഭുതകരമാണ്, ഇത് അസാധാരണത്വമുള്ളതാണ്, ഇത് അപൂർവമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങയുടെ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, അതിനുശേഷം SITയുടെ റിപ്പോർട്ട് വീണ്ടും പരിഗണിച്ചു. ആര് പരിഗണിച്ചു? ഈ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. എന്തായിരുന്നു പ്രതികരണം? SITക്ക് പരിപൂർണ്ണ പിന്തുണ. SITയുടെ അന്വേഷണത്തിൽ ഒരു സ്റ്റാഗ്നേഷനും ഇല്ല. ആരെ തള്ളിക്കളഞ്ഞു? ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ച് കോടതികളുടെ ദുരഭിദിഷ്ടമായ, തെറ്റുധാരണാജനകമായ നിയമകാര്യങ്ങളിൽ അപൂർവങ്ങളിൽ അത്യപൂർവമെന്നോ അസാധാരണമുള്ളതെന്നോ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തെറ്റായ ജുഗുംസാവകമായ എല്ലാ പ്രതികരണങ്ങളെയും തള്ളിക്കളഞ്ഞു. ആര്? CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല തള്ളിക്കളഞ്ഞത് ഈ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും സമ്പൂർണ്ണമായും സമഗ്രമായും മേൽനോട്ട ചുമതല വഹിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. ഇല്ലേ? ആ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് ഈ കാര്യങ്ങളെ അറസ്റ്റിനെ സംബന്ധിച്ച ഫിയർലെസ് ആൻഡ് കൺസിസ്റ്റന്റ് മൂവ് എന്ന് SITയെ അഭിനന്ദിച്ചത്. ഇനി ഒറ്റ കാര്യം കൂടെ, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം 6 or 7 തവണ പറഞ്ഞു തന്ത്രിക്ക് പ്രത്യേക പദവിയില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ പ്രത്യേക പദവിയില്ല എന്ന് പറഞ്ഞ കണ്ടസ്റ്റ് എന്താണ്? ഒരു ക്ഷേത്രത്തിൽ, ഒരു മുസ്ലിം പള്ളിയിൽ, ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ ഒരു കൊള്ള നടന്നു എന്ന് കരുതുക. ആ കൊള്ളയുടെ ഭാഗമായി നടത്തപ്പെടുന്ന അന്വേഷണങ്ങളിലും വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു പുരോഹിതനെ പിടിച്ചാൽ, ഒരു ഇമാമിനെ പിടിച്ചാൽ, ഒരു പൂജാരിയെ പിടിച്ചാൽ, അയ്യോ ഞങ്ങളുടെ പൂജാരിയെ അറസ്റ്റ് ചെയ്തേ, ഞങ്ങളുടെ ഇമാമിനെ അറസ്റ്റ് ചെയ്തേ, ഞങ്ങളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തേ, ഞങ്ങളുടെ വിശ്വാസം വ്രണപ്പെടുത്തേ എന്ന് പറയുന്നത് സത്യസന്ധമായി അന്തസ്സുള്ള വിശ്വാസികളുടെ പ്രതികരണമല്ല. ഞാനിപ്പോ സന്ദർഭവശാൽ ഓർക്കുന്നത് ഗാന്ധിയുടെ ഒരു പ്രതികരണമാണ്. അത് പങ്കുവെച്ചുകൊണ്ട് ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ വിഭജിക്കണമെന്ന ആവശ്യവുമായി, ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി മുഹമ്മദ് അലി ജിന്ന പറയുന്നു. ഗാന്ധി വിഷമത്തോടെ ക്രോധാകുലനായിട്ടാണ് ചോദിക്കുന്നത്, എന്തിനു വേണ്ടി? അന്ന് പറയുന്ന ഒരു മറുപടിയുണ്ട്. 2026 ഇവർക്ക് നാരങ്ങ വെള്ളം ഒഴിച്ചുകൊടുത്ത് RSSന് പിന്തുണ അറിയിച്ച കോൺഗ്രസും ലീഗും ഇന്ന് നിയമസഭയിൽ ഒത്തുചേർന്നല്ലോ. അവർക്ക് ഇപ്പോഴും പ്രസക്തജനകമായി ചില്ലിട്ട് വെക്കാൻ കഴിയുന്ന വാചകമാണ് ഗാന്ധി പറയുന്നത്. ഫോർ ദ സേക്ക് ഓഫ് അവർ റിലീജിയൻ വി നീഡ് എ ന്യൂ നേഷൻ എന്ന് ജിന്ന പറയുമ്പോൾ ഗാന്ധിയുടെ മറുപടി എന്താണ്? യു ആർ ഡൂയിങ് ഇർറിലീജിയസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ. നിങ്ങൾക്ക് മതവുമായി ബന്ധമില്ല, മതത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ചിലത് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മതവുമായി ബന്ധമില്ലാത്ത മതവിരുദ്ധരാണ് നിങ്ങൾ. അങ്ങനെയാണ് ഗാന്ധി പറയുന്നത്. ഇപ്പൊ തന്ത്രിയുടെ വാചകത്തെ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തെ തുരങ്കം വെച്ചിരിക്കുന്നു, നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനിച്ച കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് എന്ന് RSSന് കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ കണ്ടതാണല്ലോ. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇയാളുടെ വീട്ടിലേക്ക് ആദ്യം പോയത്? ഏതു നേതാവിനെയാണ് SITയുടെ അറസ്റ്റിന് ശേഷം ആദ്യമായി വിവരം അറിയിക്കാൻ അദ്ദേഹം ആദ്യം വിളിച്ചത്? ഏത് നേതാവിനെയാണ്? ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂട്ടുകെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. BJPയുടെ കാർമ്മികത്വത്തിൽ കോൺഗ്രസും ലീഗും ചേർന്ന് കേരളത്തിൽ നടപ്പിലാക്കിയ രാഷ്ട്രീയ അശ്ലീല സമരമുണ്ട്. ആ അശ്ലീല സമരത്തിന്റെ ഒരു മിനിയേച്ചർ രൂപം ഇന്ന് കേരള നിയമസഭയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. കാരണം എന്താണ്? കേരളത്തിലെ നിയമസഭയിൽ RSSന്റെ അക്കൗണ്ട് സഖാവ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം പൂട്ടിച്ച അക്കൗണ്ടിന്റെ ക്ഷീണം മാറ്റാൻ തൃപ്പൂണിത്തുറ അംഗം പക്ഷെ ഞാൻ അവിടെയും ആവർത്തിക്കുന്നുണ്ട് ജയിക്ക്. ഇപ്പോൾ ജയിക്ക് കോടതി ചെയ്യുന്നത് കോടതിയാണെങ്കിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന അതേ കോടതിയെ കുറിച്ചാണ് സന്ദീപ് വാര്യരും പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ശ്രീ എ സജീവൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കണമെന്ന് സാധാരണ നിലയിൽ പൊതുജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുമ്പോൾ നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ശരി, കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിന് അനുസൃതമായി നമുക്കും ചില നിലപാടുകൾ എടുക്കാം എന്ന് ആലോചിക്കുമ്പോഴാണ് ഏത് കോടതിയുടെ നിലപാട് നമ്മൾ ബേസായി എടുക്കണം എന്നുള്ള സംശയം വരുന്നത്. നോക്കൂ, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനൊരു നിലപാട്, ഡിവിഷൻ ബെഞ്ചിനൊരു നിലപാട്, ഇപ്പോൾ ഇതാ വിജിലൻസ് കോടതിക്ക് മറ്റൊരു നിലപാട്. അപ്പോൾ ജയിക്കു പറഞ്ഞതുപോലെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് അടിവരയിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വിജിലൻസ് കോടതിയുടെ ചില നിരീക്ഷണങ്ങളും പരാമർശങ്ങളും മാറുന്നത് എങ്ങനെയാണ്? അല്ല, നിയമം അറിയുന്ന ആരും ഇത് വ്യത്യസ്തമായ നിലപാടുകളാണ് എന്ന് പറയില്ല. ഒന്നാമത്തെ കാര്യം, വിജിലൻസ് കോടതി എടുത്തിട്ടുള്ള ജാമ്യാപേക്ഷയാണ്. ജാമ്യാപേക്ഷ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നതല്ല. ജാമ്യാപേക്ഷ ഒരാൾ ജാമ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട് അന്വേഷണ വിഭാഗം കൊടുക്കുന്ന അവരുടെ റിപ്പോർട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ കോടതിക്ക്, ഏത് കോടതിയാണെങ്കിലും ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്ന കോടതി അത് വെച്ചുകൊണ്ടാണ് പരിഗണിക്കുക.
ഇപ്പോൾ ഇതിൽ തന്നെ SIT പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ കുറ്റപത്രത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഈ വിജിലൻസ് കോടതിയിൽ കൊടുത്ത് സമർപ്പിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരാൾക്കെതിരെയുള്ള മുഴുവൻ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല. അത് സ്വാഭാവികമായ കാര്യമാണ്. കാരണം കുറ്റപത്രത്തിൽ വരേണ്ടത് അവ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പേ അത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൊടുക്കേണ്ടതില്ല. ആ തരത്തിൽ ജാമ്യാപേക്ഷ കയ്യിൽ കിട്ടുന്ന വിജിലൻസ് കോടതിക്ക് തങ്ങളുടെ കയ്യിലുള്ള തങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടേ പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഇദ്ദേഹത്തിനെതിരെ, തന്ത്രിക്കെതിരെ, അതായത് രാജീവർക്കെതിരെ ഉള്ള ഈ ആരോപണങ്ങൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുണ്ടാവില്ല. അത് ആ കോടതി പറയും. അത് ഒരു പക്ഷം മാത്രമാണ്. കോടതി ഈ കേസ് കൈകാര്യം ചെയ്യുന്ന, ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്ന കോടതി ആവണമെന്നില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ ഇത് മേൽനോട്ടം വഹിക്കുന്ന കോടതി ആവണം. മേൽനോട്ടം വഹിക്കുന്ന കോടതി ഓരോ ഘട്ടത്തിലുമുള്ള അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങൾ കണ്ടുകൊണ്ട് അതിൽ അവരിതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ മുന്നോട്ടേക്ക് പോക്കൻ നോക്കിക്കൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ പരിഗണിക്കുക. അപ്പം ഓരോ കോടതികളും ഓരോ രീതിയിലാണ് ഈ കേസിനെ പരിഗണിക്കേണ്ടത്. പരിഗണിക്കാവുന്ന കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ വിജിലൻസ് കോടതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ തന്ത്രി പൂർണ്ണമായിട്ടും ഈ ഇതോടുകൂടിയിട്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്യാത്ത നിരുപദ്രവ പൂർണ്ണമായിട്ട് സത്യസന്ധനായിട്ടുള്ള ആളാണ് എന്നോ അദ്ദേഹം BJP ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ പെരുങ്കള്ളനാണെന്നോ പറയേണ്ട കാര്യമില്ല. കാരണം അതിനി കോടതിയുടെ മുമ്പാകെ വന്നിട്ട് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഇത് വെച്ചുകൊണ്ട് ഇപ്പം സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞുള്ള കാര്യം വെച്ചുകൊണ്ട് ഇദ്ദേഹം പൂർണ്ണമായിട്ടും സത്യസന്ധനാണ്. അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഈ തന്ത്രിക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ, പ്രത്യേകമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട് എന്ന് പറയുന്നത് അത് നിയമപരമായ കാര്യമല്ല. ഇപ്പോൾ സന്ദീപ് എന്നോട് പറഞ്ഞുള്ള കാര്യം, ഒന്ന്, സ്പീക്കർക്ക് പ്രത്യേക പദവിയുണ്ട്. അതായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള ചില അവകാശങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനോ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ പോലെയല്ല തന്ത്രിയുടെ കാര്യം. തന്ത്രി ഈ ദൈവത്തിൻ്റെ പിതൃതുല്യനായിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്നത് അത് ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഭരണഘടനാപരമായ കാര്യമേ അല്ല. അപ്പം അതുകൊണ്ട് തന്ത്രിക്ക് സ്പീക്കർക്ക് കൊടുക്കുന്ന പോലെയോ രാഷ്ട്രപതിക്ക് കൊടുക്കുന്ന പോലെയോ ഒക്കെയുള്ള പ്രത്യേക പദവികളുണ്ട് എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. അത് തെറ്റായ കാര്യമാണ്. അത് നിയമപരമായിട്ട് നിലനിൽക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു. ആ ജാമ്യം കിട്ടിയത് സ്വാഭാവികമാണ്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ SIT തെറ്റായിട്ടാണോ ഇദ്ദേഹത്തെ, ഈ തന്ത്രി പറയുന്ന പോലെ, ഞാൻ നേരത്തെ സർക്കാരിനെതിരെ നിലപാടെടുത്തു, സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഞാനൊരു നിലപാടെടുത്തപ്പോൾ അതിനോടുള്ള പ്രതികാരമാണ് ആയിരിക്കാം ഒരുപക്ഷെ, എനിക്കറിയില്ല. ആണെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ഈ കേസ് കൈകാര്യം ചെയ്യുന്ന കോടതിയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലും അല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ കുറ്റപത്രമായി സമർപ്പിക്കൽ മാത്രമാണ് അവരുടെ ചുമതലയുള്ളത്. അപ്പോൾ അവർ കുറ്റപത്രം സമർപ്പിക്കുന്നവരെ അതിന് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം, അറസ്റ്റ് ചെയ്യേണ്ട ആളുകൾ അറസ്റ്റ് ചെയ്യാം. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ആരായാലും അവരൊക്കെ ഉൾപ്പെടാം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അവർ ചെയ്യുന്ന ഫുൾ പ്രൂഫാണ് എന്ന് പോലും ഞാൻ പറയുന്നില്ല. അത് ചെയ്യുന്ന ഫുൾ പ്രൂഫ് ആണോ അല്ലേ നോക്കാൻ ഇപ്പോൾ തന്നെ അതിന് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട്. ഹൈക്കോടതി മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ടേക്ക് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വിചാരണ കോടതിയിലേക്ക് വരുമ്പോൾ തെളിവുകൾ മാത്രമായിരിക്കും ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്ത്രി ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം, അല്ലെങ്കിൽ അപരാധിയായിരിക്കാം. അതൊക്കെ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു ജാമ്യാപേക്ഷ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ജാമ്യാപേക്ഷയ്ക്ക് മുമ്പാകെ വരുന്ന, കോടതിന് മുമ്പാകെ വരുന്ന രേഖ വെച്ചുകൊണ്ട് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു തെളിവുമില്ല എന്ന് കോടതി പറയുന്നതുകൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനാണെന്ന് പറയുന്നതിലോ കുറ്റക്കാരനാണ്. ഇപ്പം ഞാൻ രണ്ടിനോട് യോജിക്കുന്നത്. കാരണം ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ പെരുങ്കള്ളൻ എന്ന വാക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. കാരണം പെരുങ്കള്ളൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹം കളവ് നടത്തി എന്ന് കോടതി പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ സന്ദീപ് സന്ദീപ് ഉൾപ്പെടെയുള്ള UDFകാർ പറയുന്ന പോലെ ഇദ്ദേഹം പൂർണ്ണ നിരപരാധിയാണ്, ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. എന്താണ്, കോടതിന് മുമ്പാകെ കാര്യങ്ങൾ വന്നില്ലല്ലോ, കേസ് മുന്നോട്ടേക്ക് വരട്ടെ, അപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുക. അതുവരെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അതും ഇതും പറയാം എന്നല്ലാതെ ഈ കേസിൻ്റെ വഴിത്തിരിവായിട്ട് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയുടെ ഉത്തരവുണ്ടല്ലോ, ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവ്, ആ ഉത്തരവിന് ഒരു സാങ്കത്യവും
ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അന്തിമമായ ഒരു തീർപ്പിലേക്ക് എത്താവുന്ന ഒരു ഘട്ടം എത്തിയിട്ടില്ല തന്ത്രിയുടെ കാര്യത്തിൽ. ഈ പറഞ്ഞ നിലയിൽ തന്നെ വിജിലൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നു. മുൻപ് ഡിവിഷൻ ബെഞ്ചിനെ സിംഗിൾ ബെഞ്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു സംശയത്തിന് തന്നെ അടിസ്ഥാനമില്ലാന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. അപ്പോൾ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോഴാണ് അതിലൊരു വ്യക്തതയുള്ളൂ. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ്, പിന്നാലെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ജാമ്യം, ആ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില നിരീക്ഷണങ്ങൾ, അതിന് പിന്നാലെ സമൂഹത്തിൽ കാണുന്ന ആ വിഷയം മുൻനിർത്തിയുള്ള ചില രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ, അത് അപകടകരമായ ഒരു നിലയിലേക്ക് മാറുന്നുണ്ടോ രാഹുൽ? ഇതിലേറ്റവും പ്രധാനം തന്ത്രിയുടെ അറസ്റ്റും ജാമ്യവും ചില ആളുകൾക്ക്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ സുവർണാവസരമായി മാറുന്നുണ്ടോ? ശരി, 2-3 കാര്യങ്ങൾ. ആദ്യം ജേക്കിനൊരു മറുപടി കൂടെ പറഞ്ഞിട്ട്, 2018 5-അംഗ സുപ്രീം കോടതിയുടെ വിധിന്യായം വന്നപ്പോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അപ്പുറത്ത് 10,000 പോലീസുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്പുറത്ത് നിന്നിട്ടും ഞങ്ങൾ പോരാടി ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞങ്ങളുടെ ഭാഗത്താണ് സത്യവും നീതി എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം ആരും സപ്പോർട്ട് ചെയ്യാനില്ലാന്നിട്ടും ഈ നാട് കണ്ട ഏറ്റവും വലിയ വിശ്വാസ പ്രക്ഷോഭം ഉണ്ടാകുകയും സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ തെറ്റായ വിധി ഞങ്ങൾ അതിജീവിക്കുകയും ചെയ്തു. അത് നമ്മൾ പറയുന്നതിൽ സത്യം ഉള്ളതുകൊണ്ടാണ്. ഇനി അത് അങ്ങേക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അവരോട് ചോദിച്ചാൽ മതി. ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് ശക്തിയുക്തം വന്ന് ശബരിമല സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് നമ്മുടെ അയ്യപ്പ സംഗമം നടത്തിയ ദിവസം പറഞ്ഞത്. അതിന് കടകംപള്ളി സാഹുവിന് പ്രണാമമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഞങ്ങളെ കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി കൂടിയാണ് ശ്രീ കടകംപള്ളി. ആക്ടിവിസ്റ്റും വിശ്വാസികളും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ അശ്ലീല സമരം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസ പ്രക്ഷോഭമാണ്. ഒരു വരി കൂടെ പറഞ്ഞിട്ട് ഞാൻ അസീദയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇനിയും താങ്കൾക്ക് അതിന്റെ രാഷ്ട്രീയം അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദര സമുദായങ്ങളുടെ അവകാശങ്ങൾ എടുത്തു കളയാനും യൂണിഫോം സിവിൽ കോഡ് വളഞ്ഞ വഴിയിൽ കൊണ്ടുവരാനുമുള്ള നീക്കമാണ് ശബരിമല വിധിയുടെ ആത്മാംശം. യഥാർത്ഥത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ വാവർക്കും വെളുത്തയ്ക്കും വേണ്ടി ഞങ്ങളുടെ അയ്യപ്പൻ പോരിനിറങ്ങിയതാണ് ഇന്ന് ഈ കാണുന്ന ശബരിമല വിധി. അത് ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. അത് അസിതയ്ക്കും കൂടെയുള്ള മറുപടിയാണ്. കാര്യം ഞങ്ങളെ മതസൗഹാർദ്ദം ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ വാവര് സ്വാമിയെ തൊഴുതിട്ട് ശ്രീ പിണറായി വിജയൻ സൂചിപ്പിച്ചതുപോലെ വാവരും വെളുത്തയും അയ്യപ്പനുമാണ്. അതായത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവുമാണ് ശബരിമലയുടെ ബേസിക് ടെംപ്ലേറ്റ്. അതാണ് നമ്മുടെ മഹത്വവും ശബരിമലയുടെ ലോകത്തിനോടുള്ള മാതൃകയും. അതാണ് മഹാത്മാഗാന്ധിയുടെയും മാതൃക. അപ്പോ മതേതരത്വവും മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഒക്കെ ശബരിമലയുടെ ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ്. എല്ലാ സമുദായങ്ങളെയും സാഹോദര്യത്തോടെ സ്വീകരിക്കുന്ന മഹത്തരമായ പാരമ്പര്യമാണ്. ഇനി വിശിഷ്ട ഈ ചോദ്യത്തിലേക്ക് വന്നാൽ, കണ്ഠരര് രാജീവർക്ക് ഒരു പ്രത്യേകതയില്ല. ഒരു പ്രത്യേകതയുണ്ടെന്ന് ഒരു വിശ്വാസി അവകാശപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ പൗരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുമില്ല ഒരു തന്ത്രി എന്ന നിലയിൽ. അല്ലെങ്കിൽ തന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകത കൊടുക്കണമെന്നല്ല. പക്ഷെ പൗരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിൽ എന്തൊക്കെ ലംഘിക്കപ്പെട്ടു? യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. യാതൊരു തെളിവുമില്ലാതെ തന്ത്രിയെ 40 ദിവസം വെച്ചു എന്ന് കോടതി പറഞ്ഞു. നമ്പി നാരായണൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട മഹാനായ ശാസ്ത്രജ്ഞനെ ഒരു കള്ളക്കേസിൽ കുടുക്കി 50 ദിവസം ജയിലിലിട്ടതിന് ശേഷം ശബരിമല തന്ത്രിയാണ് 40-41 ദിവസം തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാതെ, അങ്ങനെ 2 തവണ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല കോടതി എഴുതിയിരിക്കുന്ന 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ദർ ഈസ് അബ്സല്യൂട്ട്ലി നത്തിങ് ഓൺ റെക്കോർഡ്. കാര്യം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അസിത ഓർക്കേണ്ട കാര്യം, അസിതയുടെ മതേതരത്വത്തോടും മതസൗഹാർദ്ദത്തോടുമുള്ള കമ്മിറ്റ്മെന്റിനെ ബഹുമാനിക്കുന്നു. ഞങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്താ? ശബരിമല ആകട്ടെ, അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ഏത് വിശ്വാസവും ആകട്ടെ, ആ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുമ്പോൾ അതിന് സൂക്ഷ്മതയും അവധാനതയും കാണിക്കണം. ഇനി വിശ്വാസി പോട്ടെ, സാധാരണക്കാരനെ അറസ്റ്റ് ചെയ്യുന്നതിനും ഗ്രൗണ്ട് വേണ്ടേ? എന്ത് ഗ്രൗണ്ടാ ഉള്ളത്? അസിതയ്ക്ക് റിമാൻഡ് റിപ്പോർട്ട് ഓർമ്മയില്ലേ? തന്ത്രി അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല. SITക്ക് എങ്ങനെ അറിയാം? SIT അയ്യപ്പന്റെ മൊഴി എടുത്തോ? 2, തന്ത്രി ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല. SITക്ക് എങ്ങനെ അറിയാം? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലാതെ, ഇനി SIT പറഞ്ഞ 2 പ്രൊപ്പഗാൻഡയും കൂടെ പറയാം. പ്രത്യേകിച്ച് അത് ഫ്ലവേഴ്സിൽ കൂടെ ന്യൂസ് 24 പറയാൻ എനിക്ക് സന്തോഷമാണ്. തന്ത്രി ഭാഗികമായി സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് സമ്മതിച്ചു എന്ന് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെ വെച്ച് SIT വ്യാജ വാർത്ത കൊടുപ്പിച്ചു. നമ്മുടെ അടക്കം ചാനലിൽ അല്ലെങ്കിൽ 24 ന്യൂസിലടക്കം ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ വരികയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി SIT ചെയ്ത അന്യായങ്ങൾ. തന്ത്രി ഭാഗികമായി ഈ സ്വർണ്ണക്കൊള്ളയിൽ സംഭവിച്ചു. ഞാൻ അപ്പം തന്നെ തന്ത്രിയുടെ ഭാര്യയെ വിളിച്ചു. അവർ പറഞ്ഞു ഇന്നലെ കൂടെ തന്ത്രിയെ കണ്ടു, തന്ത്രി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് തന്ത്രിക്ക് 2.5 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബാങ്ക് പൊട്ടിയെന്നൊരു കള്ളക്കഥ കൊണ്ടുവന്നു. ആ ബാങ്കിന്റെ ആൾക്കാർ പറഞ്ഞു 1 രൂപ പോലും തന്ത്രിക്ക് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അവര് പൊട്ടിയിട്ടുണ്ട്,
പക്ഷെ 1 രൂപ പോലും തന്ത്രിയുടെ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എന്നിട്ട് വാജിവാഹനത്തിന്റെ കള്ളം പറഞ്ഞു. വാജിവാഹനം ഹൈക്കോടതിയെ അറിയിച്ച് ദേവസ്വം ബോർഡ് തന്ത്രിയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊടുത്തുവിട്ട ഗാനമാണ്. ആ വാജിവാഹനത്തെ വലിയ സുവർണ അവസരമാക്കി എടുത്ത് SIT പോയി റെയ്ഡ് ചെയ്തു. ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണ്? അത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതിന്റെ താല്പര്യം എന്താ? അല്ല രാഹുൽ, അവിടെ ഇപ്പോൾ സംശയം ഉണ്ടാകുന്നത് തന്ത്രിയുടെ അറസ്റ്റിന് ശേഷമായിരുന്നില്ലേ ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് തന്ത്രിയുടെ കേസ് ഡിവിഷൻ ബെഞ്ചിൽ എത്തുന്നില്ലല്ലോ. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള കേസുകൾ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനാ വിഷയമായി എന്ന ഓപ്പണായ ഒരു ഡോക്യുമെന്റ് നമ്മുടെ ഇല്ല. നേരെ തിരിച്ച് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് ജയകുമാർ സാറിന്റെ ബെഞ്ചിലേക്ക് വരുമ്പോ ഞങ്ങൾ ഏതെങ്കിലും ഒരു പരാമർശങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അവർ വലിയ ജഡ്ജിമാരാണ്. പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിന്യായത്തിൽ 119 പേജിലും 81 പേജിൽ തന്ത്രിക്ക് അനുകൂലമായും 119 പേജിൽ അദ്വൈതം എന്ന സിനിമയിൽ തന്ത്രിയെ കുടുക്കി ജയിലിൽ ഇടുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ തന്ത്രിക്ക് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ, അതായത് നിങ്ങൾ ചെയ്ത പാപത്തിന് പ്രതിക്രിയയാകുമോ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് യഥാർത്ഥത്തിൽ അദ്വൈതം എന്ന സിനിമയിലെ തിക്കുറിശി എന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ്. അത് ഹൈക്കോടതിയുടെ വിധിന്യായത്തിന്റെ ഭാഗമായി 119 പേജിലുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, വിശ്വാസികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. തന്ത്രിയോ മൗലവിയോ പള്ളിയിലച്ചനോ അല്ല, സാധാരണ ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. ഒരു തെളിവിന്റെ കടുമുകുമണി 41 ദിവസങ്ങൾക്ക് ശേഷം പോലും SITക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ 40 ദിവസം മുമ്പ് തന്ത്രി അറസ്റ്റ് ചെയ്ത് എന്തിനാ? അത് CPMന്റെ രാഷ്ട്രീയ താല്പര്യമാണ്. SIT PIT അഥവാ പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറരുത് എന്നുള്ള ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയ താല്പര്യം എന്താണ് രാഹുൽ? അതുകൂടി ഒരു ഒറ്റ വരിയില്ല, ഞാൻ അത് ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങളുടെ മുൾമുന ഒടിക്കുക, അല്ലാതെ എന്താ? എങ്ങനെയാണ് തന്ത്രി അറസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് CPMനെതിരെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ CPM സമ്പർക്കത്തിന് പോകുമ്പോൾ CPMന്റെ ആൾക്കാർ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, നേരത്തെ സന്ദീപ് വാര്യർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല മറ്റവരിലും കള്ളന്മാരുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗത്ത് ഞാൻ അതുകൊണ്ടാണ് രാഹുലിനോട് ആദ്യമേ അത് ചോദിച്ചത്. ഈ തന്ത്രിയുടെ അറസ്റ്റും ഞാൻ അതുകൊണ്ടാണ്, ആ പ്രയോഗം തന്നെ പ്രശ്നമാണ് രാഹുൽ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇതിനെ സുവർണാവസരമാക്കി മാറ്റാൻ ചില ആളുകൾ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളതാണ് രാഹുൽ. അവിടെ അസിതയുടെ ഒരു ചോദ്യത്തിന്റെ കൗതുകം ഞാൻ പറയട്ടെ. നന്നായി സംസാരിക്കുന്ന ആളാണ് ജയിക്ക്, പക്ഷേ ഗോവിന്ദ മാഷ് പെരിങ്കള്ളൻ എന്ന് വിളിച്ച ചോദ്യത്തെ കുറിച്ച് നമ്മുടെ ജയിക്ക് കുതറി മാറിയത് കണ്ടില്ലേ? അതിവിദഗ്ധമായ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കണ്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് തന്ത്രിയെ പെരിങ്കള്ളൻ എന്ന് വിളിച്ചതോടുകൂടി CPM ആണിതിന്റെ പിന്നിൽ നിന്ന് വ്യക്തമാകുകയല്ലേ? അതായത് ഇന്ന് മന്ത്രി രാജീവ് പോലും പറഞ്ഞു ഞങ്ങളുടെ ഒരു ഡോക്യുമെന്റും ഇല്ല, ഗവൺമെന്റിലെ ഒരു ഡോക്യുമെന്റും ഇല്ല. അപ്പം ഗവൺമെന്റിന്റെ പോലും ഡോക്യുമെന്റ് ഇല്ലാത്തപ്പോ CPMന്റെ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദ മാഷിന് എങ്ങനെ അറിയാൻ? ഞാൻ ഒന്ന് ഇടപെടുന്നു, അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുമാണ്. ഞാൻ ജയിക്കിലേക്ക് ആ ചോദ്യം കൈമാറുന്നുണ്ട്. അതിന് മുൻപ് സന്ദീപും ആദ്യഘട്ടത്തിൽ ഉദ്ധരിച്ചത് കോടതി വിധികളെ തന്നെയാണ്. ഇന്ന് നിയമസഭയിലും അത് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ അവിടെയാണ് പ്രശ്നം സന്ദീപ്. മുൻപ് ഈ കേസ് പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് ചില ആളുകളുടെ അറസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചില ചോദ്യങ്ങൾ ഉയർത്തുകയും അത് വലിയ വാർത്തകളാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ സിംഗിൾ ബെഞ്ചിനുള്ള മറുപടി എന്ന നിലയിൽ കൂടിയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പൂർണ്ണ തൃപ്തി ഡിവിഷൻ ബെഞ്ച് രേഖപ്പെടുത്തുന്നത്. ഡിവിഷൻ ബെഞ്ചാണല്ലോ നമുക്കറിയാവുന്നതുപോലെ ഈ അന്വേഷണത്തിന്റെ ക്രമാനുഗതമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും ചെയ്യുന്നത് സന്ദീപ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിലെ ഒരു പ്രശ്നം, കോൺഗ്രസിന് അനുകൂലം അല്ലെങ്കിൽ CPMനെതിരായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്ന ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അവിടെ കോടതി വിശ്വാസമാകുന്നു. പക്ഷേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തൃപ്തി രേഖപ്പെടുത്തുന്ന ഡിവിഷൻ ബെഞ്ച് പ്രധാനമാണല്ലോ ആ പോയിന്റ്. അതിന് പിന്നാലെയും ഡിവിഷൻ ബെഞ്ച് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിന് പിന്നാലെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസിനുണ്ട്. അതെങ്ങനെയാണ് രണ്ടും കൂടി ശരിയാവുന്നത്? ചില കോടതികൾ ഓക്കെ, മറ്റു ചില കോടതികൾ ഓക്കെ അല്ല, അങ്ങനെയാണോ? ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ ജയിക്കും ശ്രീ സജീവനും പറഞ്ഞ ചില കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഈ രണ്ടുപേരും ഉദ്ധരിച്ചത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്നവർ പറഞ്ഞത്. ഈ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് എന്താണ് പ്രത്യേക അവകാശമെന്ന് രാജേഷ് ചോദിച്ചതിന് ഞാനിവിടെ എതിർക്കുകയുണ്ടായി. തന്ത്രിക്ക് പ്രത്യേക അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അതിൽ പൂർണ്ണമായും ശരിയെന്ന ബോധ്യം എനിക്കുണ്ട്. കാരണം എന്താ, തന്ത്രിക്ക് എന്ത് പ്രത്യേകത എന്ന് MP രാജേഷ് ചോദിക്കുമ്പോൾ തന്ത്രിക്കെതിരായിട്ട് ഇവരുന്നയിച്ച ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? തന്ത്രിക്കെതിരായിട്ട് ഇവരുന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിൽ പിഴവുണ്ടായി, അല്ലെങ്കിൽ തന്ത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിഴവുകൾ വരുത്തി എന്നുള്ളതാണ്. അയ്യപ്പനോട് അനുമതി ചോദിച്ചില്ല എന്ന് കുറ്റമായി വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിലുള്ള പിഴവായില്ല സൂചിപ്പിക്കുന്നത്. മറ്റൊന്നെന്താണ്, ആചാരപരമായ കാര്യങ്ങൾ പിന്തുടർന്നില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും തന്ത്രിക്കെതിരെ ആക്ഷേപമായിട്ട് നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ തന്ത്രിക്ക് എന്താണ് പ്രത്യേകത എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. തന്ത്രിക്ക് പ്രത്യേകതയുണ്ട്. തന്ത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്ത്രി ആ ക്ഷേത്രത്തിലെ പിതൃസ്ഥാനീയനാണ്,
അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള കുടുംബത്തിലെ പിതൃസ്ഥാനീയനായിട്ടുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഭരണഘടനാപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സാങ്കത്യം തന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് എന്താണ് പ്രത്യേകത നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാജീവരല്ല, അത് തന്ത്രിയായിട്ടുള്ള രാജീവരാണ്. തന്ത്രിക്ക് പ്രത്യേകതയുണ്ട്. നിയമസഭാ സ്പീക്കറുടെ കാര്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്താണ് സ്പീക്കർ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സജീവൻ കാര്യങ്ങൾ കേൾക്കാതെ അത് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞ എന്താണെന്ന് അതിന് മനസ്സിലായില്ല. ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പീക്കർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഷംസീർ വേറെ ആളായിരിക്കാം, പക്ഷേ അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിലെ തന്ത്രി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ തന്ത്രിക്ക് എന്ത് പ്രത്യേകത എന്ന് എം പി രാജ് ചോദിക്കുമ്പോൾ 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ വേണ്ടി CPM ശ്രമിക്കുന്ന കാലത്ത്, ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്ന കാലത്ത് അവരുയർത്തിയിട്ടുള്ള അതേ ആർഗ്യുമെന്റ് അവർ വീണ്ടും ഉന്നയിക്കുകയാണ്. തന്ത്രിക്ക് പ്രത്യേകതയില്ല, ആചാരപരമായ കാര്യങ്ങൾ തന്ത്രി പറയേണ്ടതില്ല, ഞങ്ങൾ പറഞ്ഞോളാം, ഗവൺമെന്റ് തീരുമാനിച്ചോളാം, സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കും എന്ന ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് ഇറങ്ങി തിരിച്ചല്ലോ. അതേ നിലപാടിലാണ് ഇന്നും അവരെന്നുള്ളത് ജനങ്ങൾക്ക് ഇന്ന് നിയമസഭയ്ക്കകത്ത് ബോധ്യപ്പെട്ടു. അതാണ് എൻ്റെ ആർഗ്യുമെന്റ്. തന്ത്രിക്ക് പ്രത്യേകതയുണ്ട് സർ. തന്ത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്ത്രത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. ആ തന്ത്രത്തിൽ അദ്ദേഹം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് കേസ്. അപ്പൊ പിന്നെ തന്ത്രിക്ക് പ്രത്യേകതയില്ലേ? തന്ത്രി എങ്ങനെയാ അപ്പോൾ അവിടെ വ്യക്തിയാവുന്നത്? അത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്നാണ് നിങ്ങളുടെ കേസ്. പിന്നെ നിങ്ങൾക്ക് തന്ത്രിക്ക് എന്ത് പ്രത്യേകത ചോദിക്കാൻ എന്താ അധികാരമുള്ള, എന്താ അവകാശമുള്ളത്? അവിടെ തന്ത്രി എന്ന് പറയുന്നത് ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തരുടെ വികാരമായി മാറുന്ന അവിടെയാണ്. നിങ്ങൾ ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതാണ് തന്ത്രിയും ആക്ഷേപിച്ചിട്ടുള്ളത്. ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും തന്ത്രി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രാധാന്യത്തെയും തകർക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള, അന്നത്തെ കാലത്ത് കണ്ണൂരിലൊക്കെ പിണറായി വിജയൻ പോയി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഓർമ്മയില്ലേ? തന്ത്രി എന്നത് പറഞ്ഞ പ്രത്യേകതയൊന്നുമില്ല, എടുത്തു മാറ്റാൻ ഞങ്ങൾ എപ്പോൾ വിചാരിച്ചാൽ വേണമെങ്കിൽ എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഓർമ്മയില്ലേ? അതിന്റെ എക്സ്റ്റൻഷൻ അല്ലേ എന്ന് MP രാജേഷ് പറഞ്ഞത്? അതേ കാര്യമല്ലേ രാജേഷ് പറഞ്ഞത്? അപ്പൊ ഞാൻ അതാണ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. MP രാജേഷ് എന്ന് പറഞ്ഞത് പഴയ CPMന്റെ നിലപാടിലേക്കാണ് അവർ വീണ്ടും പോയിരിക്കുന്നത്. ഇവരിപ്പോ അയ്യപ്പ സംഘമൊക്കെ നടത്തി ഞങ്ങളിതാ അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് നടത്താൻ വേണ്ടി അവരുടെ ശ്രമം അത് പരിപൂർണമായിട്ട് അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. പരിപൂർണമായി അത് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ എന്താണ് ഇപ്പൊ ജയിക്കടക്കം പറഞ്ഞു വരുമ്പോൾ പുറത്തേക്ക് അവരുടെ ഉള്ളിൽ എന്താണെന്ന് ഒരു സെക്കൻഡ് ഒരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ തന്ത്രി പെരിങ്കള്ളനാണെന്നാണല്ലോ ഗോവിന്ദമാഷ് പറഞ്ഞത്. ജയിക്ക് പറയട്ടെ, അവിടെ ഇരിക്കുന്ന പത്മകുമാറും വാസുവും പെരിങ്കള്ളന്മാരാണോ? അതേ ലോജിക്ക് വെച്ച് പത്മകുമാറിനെയും വാസുവിനെ എന്താ ഒരു പെരിങ്കള്ളന്മാരെന്ന് വിളിക്കാത്തത്? ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയല്ലേ CPM? എന്നിട്ട് ഈ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ അവർ പെരിങ്കള്ളൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഇത് എവിടുത്തെ ന്യായമാണ്? CPMന്റെ നേതാക്കന്മാരെ അവർ സംരക്ഷിക്കുന്നു, പൊന്നുപോലെ സംരക്ഷിക്കുന്നു. കുറ്റപത്രം വരട്ടെ എന്ന് പറയുന്നു. ഒരു കുറ്റപത്രം വരുന്നതിന് മുമ്പ് തന്ത്രി നിങ്ങൾക്ക് പെരിങ്കള്ളനായോ? അത് എവിടുത്തെ നിലപാടാ? ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. ഞങ്ങൾ ഈ രാജ്യത്ത് ഈ എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസങ്ങളൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഏറ്റവും ആദ്യം സമരം ചെയ്ത് ജയിലിൽ പോയ ആളാണ് ഞാനും പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് ജയിലിൽ പോയത്. കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്തും ആ പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്തയാളാണ് ഞാൻ. ഒരു അയ്യപ്പ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറച്ച് വൈകാരികമായി പ്രതികരിച്ചു വരും. അതെന്റെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. ശരി, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഞാൻ ജയിക്കിലേക്ക് പോവുകയാണ്. ജയിക്ക് നോക്കൂ, ഇവിടെ പറഞ്ഞതുപോലെ കുറ്റപത്രം വരട്ടെ. കുറ്റപത്രം വന്നതിന് ശേഷം മാത്രം ശബരിമലയുമായി ബന്ധപ്പെട്ട് പിടിയിലായ, അറസ്റ്റിലായ CPM നേതാക്കൾക്കെതിരെ സ്റ്റാൻഡ് എടുക്കാം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തന്ത്രിയെ പെരിങ്കള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ആ പശ്ചാത്തലം ഏതാണ്? കോടതി തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറയുന്ന അടുത്ത ദിവസം. അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്ത്രി എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു മുൻപ് എന്ന് പറയുന്നതിനെ സാധൂകരിക്കുകയാണ് MP ഗോവിന്ദന്റെ ആ പരാമർശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ജയിക്ക്, അതിപ്പോൾ ഏത് കോടതിയോ ആകട്ടെ, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞാൽ മാത്രമേ അത് വസ്തുതയാകൂ എന്നുള്ളൊരു ശാഠ്യമൊന്നും പാടില്ലല്ലോ. ഈ കേസ് പരിഗണിച്ചൊരു കോടതി പറയുകയാണ് തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന്. ചെറിയ കാര്യമാണോ അത്? ആ ഒരു കണിക പോലും ഇല്ലാതെ ഒരാളെ പിടിച്ച് ജയിലിടാനുള്ള എന്ത് അവകാശമാണ് ഉള്ളത് ഒരു അന്വേഷണ സംവിധാനത്തിന്? അതായത് ഈ ചർച്ചയിൽ ഉടനീളം അങ്ങ് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇപ്പൊ ബഹുമാനീയനായ നമ്മുടെ കോ പാനലിസ്റ്റ് ശ്രീ രാഹുൽ ഈശ്വർ, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി, ഇവരാകെ അവരവരുടെ വാദങ്ങളെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എതിരായിട്ടുള്ള തങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള ചില സെലക്റ്റീവ് കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിനായിട്ട് ഇവരാകെ സെലക്റ്റീവായി സ്വീകരിക്കുന്നത് ഈ പറയുന്ന ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ മാത്രമാണ്. ഞാനതിൽ പറയുന്നു, സാധാരണഗതിയിൽ ഈ അന്വേഷണത്തിന്റെ ആദ്യ മധ്യാന്തം
അല്ല, അങ്ങ് വേറെ എന്തെങ്കിലും പറയണ്ട പറഞ്ഞോ. അല്ല, ജയിക്കും അത് തന്നെയാണല്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2 തവണ ഈ പറയുന്ന ഇപ്പോൾ ഈ രാജ്യത്തെ ഈ നാട്ടിലെ എല്ലാ നിയമ സംവിധാനങ്ങളെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു നില എല്ലായ്പ്പോഴും CPM ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോടതിയുടെ ഒരു പരാമർശം വന്ന തൊട്ടടുത്ത ദിവസം ആ കേസിൽ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞ ഒരാളെ പെരിങ്കള്ളൻ എന്ന് വിശേഷിപ്പിക്കുകയും മുതിർന്ന CPM നേതാക്കൾക്കെതിരെ എന്ത് നടപടി എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ കുറ്റപത്രം വരട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന നിലപാടിലുമുണ്ട് വൈരുദ്ധ്യം. ജയ്ക്ക്, അങ്ങ് ഈ വൈരുദ്ധ്യം തുടക്കം മുതലുണ്ട് എന്ന് സംശയത്തോടുകൂടെ ഉന്നയിക്കുന്ന ഒരാളാണ്. സത്യസന്ധമായും അങ്ങയുടെ ആ നിഷ്കളങ്കത അല്ലെങ്കിൽ അങ്ങ് ആ പക്ഷപാതിത്വരഹിതമായി ശരി. അപ്പോ അങ്ങ് പറയുന്നു ഇത്തരത്തിൽ ഉള്ള വ്യത്യസ്ത വിധിന്യായങ്ങൾ അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള വിധിന്യായങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോ CPM എങ്ങനെ ഈ ഒരു വിധിന്യായത്തെ മാത്രം എടുത്തു വെക്കാൻ കഴിയും? അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യക്ഷമായ രാഷ്ട്രീയ പക്ഷപാതിത്വം ഒന്നുമില്ലാതെ ഈ ചർച്ചയിൽ ഒരു സ്വതന്ത്ര നിരീക്ഷകന്റെ ചാതുര്യത്തോടു കൂടെ പങ്കെടുക്കുന്നയാളാണ് നമ്മുടെ കോ പാനലിസ്റ്റും മാധ്യമ പ്രവർത്തകനും കൂടിയായിട്ടുള്ള ശ്രീ സജീവൻ. അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഞാൻ മറ്റേ ആളുകളിലേക്കുള്ള ഒന്നും പോകുന്നില്ല. ഈ കാര്യത്തിൽ SIT കൃത്യമായ ഇടവേളകളിൽ സീൽ ചെയ്ത കവറിൽ കേരളത്തിലെ ഗവൺമെന്റിനോട് പോലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചാണ്. ഈ അന്വേഷണത്തിന്റെ ശരിതെറ്റുകളെ സംബന്ധിച്ചും അന്വേഷണത്തിന്റെ മുമ്പോട്ട് പോക്കിൽ അപാകതയുണ്ടെങ്കിൽ ആ അപാകതകൾ ചൂണ്ടിക്കാണിക്കാനും മറിച്ച് അന്വേഷണം ശരിയായ ദിശയിലാണ് മുമ്പോട്ടേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ സധൈര്യം ഇതേ ദിശയിൽ തന്നെ സഞ്ചരിക്കൂ എന്ന് അന്വേഷണ സംഘത്തെ കൈപിടിച്ചാനയിക്കുന്ന സമഗ്രതയുടെ പ്രതീകമാണ് ആര്? നമ്മൾക്കെല്ലാവർക്കും മുമ്പിൽ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച്. ആ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിന്റെ അധികാര പരിധിക്കുള്ളിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു സിംഗിൾ ബെഞ്ച്, അത് ഒരു ബെയിൽ ഓർഡർ പരിഗണിക്കുന്ന ഒരു സിംഗിൾ ബെഞ്ച് അനുചിതമായ പരാമർശം നടത്തിയതിന്റെ തെളിവോട് കൂടെയുള്ള നോക്കൂ, ആ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ വളരെ സമഗ്രമായി തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനത് യോജിക്കുന്നു. ഞാൻ ആ നില തന്നെയാണല്ലോ ഈ ചർച്ചയിലുടനീളം എടുക്കുന്നത്. ഞാൻ ചോദിച്ചത് അതല്ല. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഡിവിഷൻ ബെഞ്ചിനെ തന്നെ മുഖവിലേക്ക് എടുത്താൽ പോലും ഡിവിഷൻ ബെഞ്ച് പോലും ഈ വിഷയത്തിൽ തന്ത്രിയുടെ ഇടപെടൽ എന്ത് എന്ന വിഷയത്തിൽ ഇതുവരെ ഒരു സ്റ്റാൻഡും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലേ ജയ്ക്ക്? ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്, പ്രത്യേകിച്ചും സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷന് പെരുങ്കള്ളൻ എന്നൊരാളെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? അവിടെയാണ് പ്രശ്നം. അതാണ് എന്റെ ചോദ്യം. അതിനുകൂടി ഒരു മറുപടി പറയാം. നമുക്ക് ഇടവേളയിലേക്ക് പോകാം. അങ്ങയുടെ ചോദ്യം അത് മാത്രമായിരുന്നില്ല. അങ്ങയുടെ ചോദ്യം ഈ വിധിപ്പകർപ്പുകൾക്കകത്ത് വന്നിട്ടുള്ള കോൺഗ്രസ് അതേപോലെ തന്നെ രാഹുൽ ഈശ്വർ സംഘങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെ കൂടെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് അങ്ങനോട് ചോദ്യം ചോദിച്ചത്. അതിനെ സംബന്ധിച്ച് മറുപടിയിലേക്ക് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾക്കകത്ത് സിംഗിൾ ബെഞ്ച് സ്വീകരിക്കുന്ന അനുചിതമായ നിലപാടാണ് എന്നുള്ളത് CPIM-ന്റെ നിലപാടല്ല. അത് കേരളത്തിൽ നിയമത്തെക്കുറിച്ചും ഈ കാര്യങ്ങളിൽ അവധാനതയുള്ള പാണ്ഡിത്യമുള്ള നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണ കോണുകളുള്ള നമ്മുടെ നാട്ടിലെ നിയമ പണ്ഡിതർ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ തന്ത്രിയുടെ അറസ്റ്റിന് ശേഷമുള്ള ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാടിനെ സംബന്ധിച്ച അദ്ദേഹം അജ്ഞതയുള്ളയാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം അറിയില്ലേ ഇല്ല. മൂവ് ഫോർവേഡ് വിത്ത് ദ സെയിം കൺസിസ്റ്റൻസി ആൻഡ് ദ ഫിയർലെസ് മോഡ് എന്നുള്ള ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിന്റെ സമാനമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഡൊമൈനിൽ എവിടെയും അദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹം അത്രമേൽ നിഷ്കളങ്കനാണ്. പക്ഷെയോ സിംഗിൾ ബെഞ്ച് ജാമ്യവിധിയെ സംബന്ധിച്ചുള്ള ബഹുമാനിയായ ന്യായാധിപ സംഘത്തിന്റെ പ്രതികരണങ്ങൾ അദ്ദേഹം അർത്ഥപൂർണമാംവിധം സമഗ്രമാംവിധം അദ്ദേഹം അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്നെ വ്യക്തിപരമായി CPIM-ന്റെ പ്രതിനിധി എടുക്കേണ്ട. ഈ കാര്യങ്ങൾ നിയമപരമായ അവധാനതകളുടെ പാണ്ഡിത്യമുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വം ഏതുമാവട്ടെ, ആഭിമുഖ്യം ഏത് രാഷ്ട്രീയത്തോടുമാവട്ടെ, ഏതു സാധാരണക്കാരനായ അഭിഭാഷക സുഹൃത്തിനെയും വിളിച്ചു ചോദിക്കുക ഈ കാര്യത്തിൽ ഏത് സംഘത്തെയാണ്, ഏത് ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനെയാണോ അതോ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഏതെങ്കിലും ഒരു സിംഗിൾ ബെഞ്ചിനെയാണോ നമുക്ക് ആധികാരികമായി ആശ്രയിക്കാൻ കഴിയുന്നത്? വിവരവും ബുദ്ധിയും കാര്യമായി പരിക്കേറ്റിട്ടില്ലാത്ത ഏത് നിയമജ്ഞനും പറയും ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അവരിൽ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. പിന്നെ കേരളത്തിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം നടത്തിയ പരാമർശത്തെ സംബന്ധിച്ച് ഇവിടെ ഉയർന്നു വന്നു. അതിന് തൊട്ടുമുമ്പ് ഒറ്റ കാര്യം പറയേണ്ടതുണ്ട്. ആവർത്തിച്ച് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ വിശ്വാസ സംഘത്തിന്റെ അട്ടിപ്പേർ അവകാശം രാജ്യമെമ്പാടും ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഇവിടെയും ഞങ്ങൾ ഏറ്റെടുക്കും. ഏത് വിശ്വാസ സംഘത്തിന്റെ അട്ടിപ്പേർ അവകാശമാണ്? ഇന്നും പുറത്തു വന്നു നമ്മുടെ മുമ്പിൽ ഏറ്റവും ഒടുവിലത്തെ കത്ത്. ഏതാണ്? ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഭരണമുണ്ടായിരുന്ന കേരളത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബഹുമാനീയനായ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ മുമ്പാകെ പാലൊഴി MLA ബോധിപ്പിക്കുന്ന അപേക്ഷ. MG കോളേജിൽ കഴിഞ്ഞ മാസം 17 ഉണ്ടായ ബോംബേറിൽ 17 RSS പ്രവർത്തകർ പ്രതികളാണ്. ഒന്നാം പ്രതി TA ആദർശ് എന്റെ സുഹൃത്തിന്റെ മകനാണ്. ദയവ് ചെയ്ത് 17 RSS-കാരെയും വിട്ടയക്കണം. ഇതാണോ നിങ്ങളുടെ സമീപനം? ആ RSS-കാർ അവിടെ ക്രിസ്ത്യൻ ആരാധനത്തിന് കല്ലെടുത്ത കേസിലെ പ്രതിയാണ്.
ഇവർ ഭരിക്കുന്ന കർണാടക യലഹങ്കയിൽ നമ്മൾ കണ്ടതെന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികൾ, ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ രാത്രികളുടെ മറവിൽ, ധനുമാസ കുളിരുള്ള രാത്രികളുടെ മറവിൽ ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ചു. നിങ്ങളാണോ വിശ്വാസത്തിന്റെ സംരക്ഷകർ? നിങ്ങൾ തന്നെ ഈ കാര്യത്തിൽ സ്വീകരിച്ച ആദ്യത്തെ നിലപാട് എന്താണ്? ഞാൻ PCR ടീമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ കോൺഗ്രസ് നേതാവിന്റെ നിലപാടല്ല. വി വെൽക്കം ദ ഹിസ്റ്ററിക് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് അലൗവിംഗ് എൻട്രി ഓഫ് വുമൻ ടു ഓൾ ഏജസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വീറ്റ് ആണ്. നിങ്ങൾ ഇപ്പൊ നിലപാട് മാറിക്കാണും. RSSനെ കണ്ട് നിങ്ങൾ നിലപാട് വിഴുങ്ങിക്കാണും. അതാണ് നിങ്ങൾ പറയേണ്ടത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താണ്? നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ഈ കാര്യത്തിൽ മൗലവിയോ പുരോഹിതനോ തന്ത്രിയോ ആരുമാവട്ടെ, അവർ ഒരു തെറ്റായ കാര്യം ചെയ്താൽ നിങ്ങളുടെ നിലപാട് എന്താ? യുവതി പ്രശ്നം വേണമെന്നുള്ളതാണ് ജയിക്ക് പറ. നിങ്ങളുടെ നിലപാട് എന്താ? ഇത് മര്യാദയാണ്. ഇത് മര്യാദയാണ്. പരിമിതിയുണ്ട്, അതുകൊണ്ട് അതിഥികൾ ദയവായി സഹകരിക്കണം എന്നതുകൂടി അഭ്യർത്ഥിക്കുകയാണ്. രാഹുൽ ഈശ്വർ, എന്തായാലും ഈ വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മാത്രം മുൻനിർത്തി തന്ത്രി പൂർണ്ണമായും നിരപരാധിയാണ് എന്നൊരു നിഗമനത്തിലേക്ക് അങ്ങ് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ രാഹുൽ? കേസിന്റെ വാദം നടക്കാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ എല്ലാം കോടതിയെ വെർബാറ്റിംഗ് കോട്ട് ചെയ്തേ പറയാറുള്ളൂ. ഇനി ജയ്ക്ക് പെട്ടെന്ന് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ജയ്ക്ക് RSSന്റെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആണ് ശബരിമല യുവതികൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയത്. നിങ്ങൾ എന്തെങ്കിലും ഹിന്ദു എന്ന് കണ്ടാൽ അതെല്ലാം RSSന്റെ കാലിൽ കൊണ്ട് വെക്കരുത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ പലപ്പോഴും പല തെറ്റായ പ്രവണതകളും വളരുന്നത്. ഈ നാട്ടിൽ ഒരുപാട് പേരെ ഹിന്ദു വിശ്വാസികളുണ്ട്, ഞങ്ങളടക്കമുള്ള ഒരുപാട് പേരുണ്ട്, ഗാന്ധിയന്മാരുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്. ഇവർക്കെല്ലാം യുവതി പ്രവേശനത്തോട് എതിർപ്പാണ്. അപ്പൊ അവിടെയാണല്ലോ ഈ തന്ത്രി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയാൽ ഉടനെ അത് മുഴുവൻ ഒരു സമൂഹത്തിന് മുഴുവൻ എതിരാണെന്നൊരു നിലപാട് സ്വീകരിക്കുന്നതും അവിടെ പ്രശ്നമാകുന്നതാണ്. രാഹുൽ വളരെ സമർത്ഥമായ ആ ചോദ്യത്തിൽ നിന്നും വഴുതി മാറിയത് കണ്ടോ? ഞാൻ ചോദിച്ചത് എന്താണ്, ഇപ്പോഴത്തെ വിജിലൻസ് കോടതി പരാമർശം അതിനോടൊപ്പം തന്നെയാണല്ലോ ഈ വിഷയത്തിൽ അല്ല ക്ലിയർ ആണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടിനോട് രാഹുലിന്റെ അഭിപ്രായം എന്താണ്? അല്ല, എന്തുകൊണ്ടാ ക്ലിയർ? നമ്മുടെ കോടതി സംവിധാനം അനുസരിച്ച് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി. അപ്പോൾ അയാൾക്ക് മേൽ ആരോപണങ്ങൾ വരുന്നു. അത് പ്രഥമ ദൃഷ്ടിയ ഒരു കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോൾ കോടതി ശരിയോ തെറ്റോ എന്ന് പ്രൈമാ ഫേസി നോക്കും. അതിനുശേഷം ട്രയലിലേക്ക് വരും. പ്രൈമാ ഫേസി അയോട്ടോ ഓഫ് എവിഡൻസിൽ നിന്ന് 2 തവണ എഴുതിയൊരു വിധിന്യായം, അബ്സല്യൂട്ട്ലി നത്തിങ് ഓൺ റെക്കോർഡ് എന്ന് 2 തവണ എഴുതിയൊരു വിധിന്യായം. ഇത് കോടതിയുടെ വിധിന്യായത്തെ കോട്ട് ചെയ്തല്ലേ? ഞാൻ അടക്കം 24 ആദ്യം എടുത്ത നിലപാട് എന്താ? തന്ത്രി എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്ത്രിയല്ല അയ്യപ്പനാണ് പ്രധാനം. അയ്യപ്പൻ പ്രധാനമാണ്. തന്ത്രിയെ പരസ്യമായി തള്ളി പറയുന്നത് 24 ചർച്ചയിൽ തന്നെ പലതവണ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വെളിവായി തന്ത്രി നിരപരാധിയാണ്. അതും തന്ത്രി വളരെ സാത്വികനും ഇന്നേവരെ ഒരു ചീത്തപ്പനും കേൾപ്പിക്കാത്ത വ്യക്തിയാണ്. അവിടെയാണ് ദയവായി ജയിക്കടക്കമുള്ള ഇടതുപക്ഷക്കാർ തന്ത്രി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കണം. തന്ത്രി എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് മൗലവിയെ പോലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിലിൽ പരിഗണിക്കുന്ന ഒരു ഡിവിഷൻ ബെഞ്ചുണ്ട്. ആ ഡിവിഷൻ ബെഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻപ് വളരെ സുപ്രധാനമായ ഒരു സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് രാഹുലിന്? അവിടെ തന്ത്രിയുടെ വിഷയം പരിഗണനാപാത്രമായി വന്നതായി നമുക്ക് ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ അറിവില്ല. അല്ലല്ല, പരിഗണനയിൽ വന്നെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞില്ല. തന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ അല്ല, തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് SIT പോകുന്നത് സ്വാഗതാർഹമാണ്. തന്ത്രിയുടെ കാര്യം പറഞ്ഞില്ല കോടതി എന്ന് പറയുന്നല്ലോ. പക്ഷെ അതിൽ അറസ്റ്റ് ചെയ്ത 1 by 1 ഓരോരുത്തരെയും അക്കമിട്ടായിരുന്നില്ലല്ലോ അല്ലല്ലോ ആ പരാമർശം. പൊതുവിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു പരാമർശം. അല്ല, തന്ത്രിയുടെ കാര്യത്തിൽ ഡിസംബർ 5 ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിമർശനം ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും ചെയ്യാനും CPM-ന് രാഷ്ട്രീയമായ ഗുണം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തെ ഖണ്ഡിച്ചോട്ടെ. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? ഇപ്പം തെളിഞ്ഞിരിക്കുന്നത് തന്ത്രി അറസ്റ്റ് ചെയ്ത ഗ്രൗണ്ട്സ് എന്താണ്? അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല. അവിടെയാണ് സന്ദീപ് ആര് പറയുന്ന വാദം പ്രസക്തമാകുന്നത്. കാര്യം തന്ത്രി ദേവന്റെ പിതാവാണ്. ആ ദേവന്റെ പിതാവായ മനുഷ്യനെ ആ ദേവന്റെ അനുമതി മേടിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ലെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത്ര ദുർബലമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് വ്യക്തമല്ലേ? അത് കോടതി അടിയര ഇട്ടില്ലേ? എന്തുകൊണ്ടാണ് കോടതി അടിവരയിട്ട് പറയുകയാണ് തെളിവില്ല, അബ്സല്യൂട്ട്ലി നത്തിങ് ഓൺ റെക്കോർഡ്. എന്നിട്ട് SIT പ്രചരിപ്പിച്ച കള്ളക്കഥകളോ തന്ത്രി ഭാഗികമായി സമ്മതിച്ചു എന്ന് നിങ്ങളുടെ ചാനലിലെ കൊണ്ടുപോലും അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ തന്ത്രി കുറ്റക്കാരനാണെന്ന് എന്തെങ്കിലും രീതിയിൽ കോടതികളോ മറ്റോ
പറഞ്ഞാൽ വിധി വന്നതാണെങ്കിൽ പരസ്യമായി തള്ളി പറയാം. പക്ഷെ അത് ചെയ്യില്ല. കാര്യം കണ്ഠരർ രാജീവൻ അത്ര നിരപരാധിയും നിഷ്കളങ്കനുമായ ഒരു മനുഷ്യനാണ്. എന്നെ പോലും ശാസിക്കാറുണ്ട് അഗ്രസീവായ സ്റ്റാൻഡ് എടുക്കരുതെന്ന്. ശരി രാഹുൽ, ശരി രാഹുൽ. ശ്രീ എ സജീവൻ, ഇതിൽ ഏറ്റവും കൗതുകകരമായ വാദം ഉയരുന്നത് തന്ത്രി അറസ്റ്റ് ചെയ്തത് മറ്റു ചിലരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഓരോ സ്ഥിതിയും ഓരോ നിമിഷവും കോടതി വിലയിരുത്തുന്ന ഒരു അന്വേഷണത്തിൽ എങ്ങനെയാണ് തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണത്തെ ആകെ വഴിതിരിച്ചു വിട്ട് മറ്റു ചിലരെ രക്ഷിക്കാൻ സാധിക്കുന്നത്? എത്രമാത്രം ലോജിക്കലാണ് ആ വാദം? ഒരിക്കലും ലോജിക്കലല്ല. കാരണം നമ്മൾ ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ടേക്ക് പോയ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി എടുത്തുള്ള നിലപാട് നമുക്കറിയാം. അത് ചില ഘട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അന്വേഷണമാണെന്ന് പറയുന്നുണ്ട്, CBI അന്വേഷണത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ചിലപ്പോൾ ലാഗ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടത് കോടതി വളരെ രൂക്ഷമായ രൂപത്തിൽ കോടതി പ്രതികരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള ശങ്കർദാസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തപ്പോലും കോടതി അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും എവിടെയൊക്കെയാണോ പാളിച്ച ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഓരോ കൃത്യമായ കറക്ഷൻ ഉണ്ടാവുന്നുണ്ട്, കറക്റ്റീവായിട്ടുള്ളൊരു നിലപാടുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഓരോ ഘട്ടവും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് കീഴിലാണ് എന്നതിൽ എനിക്കൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഈ തന്ത്രിയുടെ കാര്യത്തിൽ നമ്മൾ തന്ത്രി ഒരു ആരോപണ വിധേയനോ അല്ലെങ്കിൽ പ്രതിയോ മാത്രമായിട്ടുള്ള ആൾ അദ്ദേഹം തെറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേക സാങ്ക്ടിറ്റി കൊടുക്കുക. അതായത് ഇവിടെ സന്ദീപ് ആവർത്തിച്ച് പറയുന്നത് ഈ സ്പീക്കറെ പോലെ മറ്റുള്ള അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ പോലെയുള്ള ഒരു സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു പവിത്രത അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് ഒരിക്കൽ പോലുമില്ല. വിശ്വാസപരമായ പവിത്രത ഉണ്ടായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് നമ്മളിപ്പോൾ രാഷ്ട്രപതിക്ക്, ഉപരാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ ഗവർണർക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന ഒരിക്കൽ പോലും തന്ത്രിക്ക് കിട്ടില്ല. അദ്ദേഹം അതിന് നമ്മൾ ഭരണഘടന ഒരിക്കൽ പോലും അനുവദിക്കുന്നില്ല. തന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണം അദ്ദേഹത്തിന്റെ തന്ത്രവുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. അയ്യപ്പനോട് അനുമതി ചോദിച്ചില്ല. ക്ഷമിക്കുക. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളതാണ് ആത്യന്തികമായി ഈ വിഷയത്തിൽ പറയാനുള്ളത്. തന്ത്രിയുടെ അറസ്റ്റും ജാമ്യവും ഒക്കെയും സുവർണാവസരമാക്കാൻ നിലവിൽ ശ്രമിക്കുന്നവർ വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ നാടിന്റെ മതേതര ചേരിക്കുണ്ടാക്കുന്ന മുറിവ് അത് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളതാണ് പ്രശ്നം. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന 4 പേർക്കും എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.